ஒரு ஆணாடுன்னு 40,000 ரூபாய் கொடுக்கணுமா? ஆமா, ஆம்பளை கிடாய். ஓ, இப்போ சேஃப்டி. உங்கள் பேர் என்னன்னா? இப்போ தீட்டைக்கு வேறு காசு செலவில்லை? எந்த செலவு? കാലയിൽ 10 മണിക്ക് പോയി പൊഴുത് വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരും. ഓക്കെ ഓക്കെ. മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ വളർത്തിയിരുന്ന ഒന്നാണ് ആടുകൾ. ഞങ്ങൾ പഴനിയിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ആട്ടിൻകൂട്ടത്തെ കാണുന്നത്. തമിഴ്നാട്ടിൽ ഇത്തരം ആട്ടിൻകൂട്ടങ്ങളെ പറയുന്നത് ആട്ടിൻ പട്ടി എന്നാണ്. പൊതുവെ കൂട്ടത്തോടെ താമസിക്കുന്നവയെ അല്ലെങ്കിൽ ഗ്രാമങ്ങളെയൊക്കെ അവിടെ അങ്ങനെ പറയാം. കേട്ടിട്ടില്ലേ? ഉസ്ലാംപട്ടി, മാട്ടുപട്ടി എന്നൊക്കെ. ചുറ്റും വേലി വേലി കിട്ടിയിരിക്കുക. எவ்வளோ இருக்குது? எதுக்கு படலாம்? இது வேலி இல்லையா? இது வந்து ஒன்று 650 ரூபாய்க்கு வாங்கணும். ஒரு 22 பீஸு. 22 பீஸ். ஒன்று 650 ரூபாய் இல்லை? 650 ரூபா. ஆடு எவ்வளோ கிலோ இருக்கும்? ஆடு 15-20 வரும். என்ன விலை இருக்கும்? ഇത് വാങ്ങണതുங்க സോടി 25 രൂപ. 25,000. ഒന്നും 12,000. ഞങ്ങളിവിടെ എത്തുമ്പോൾ ആടുകളുടെ ഓണർ ഇവിടെ ഇല്ല. ആടുകളെ നോക്കാൻ കൂലിക്ക് നിൽക്കുന്ന ഒരു ചേട്ടൻ മാത്രമാണുള്ളത്. അദ്ദേഹം പുതുതായി ഇവിടെ ജോലിക്ക് വന്നതാണ്. കാവലിന്, അതായത് സുരക്ഷയ്ക്കായി അവർ പ്രധാനമായി യൂസ് ചെയ്യുന്നത് നായകളെയാണ്. പുതുതായിട്ട് വന്ന ആളായതുകൊണ്ട് നായകളെ അദ്ദേഹം അത്ര പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതിനാൽ തന്നെ ഞങ്ങളെ മുതലാളി വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. ആൺ വന്ന് 40,000. ഒരു ആണിന് 40,000 രൂപ? 40,000 രൂപ. ഒരു ആണാടിന് 40,000 രൂപ കൊടുക്കണോ? ആമ്പള കിടായി. ഓ, இந்த கூட்டத்திலுக்கு എത്ര ആണാട്? 4 ആട് തേവപ്പെടുത്. 4 ആടുണ്ടെങ്കിൽ ബാക്കി പെണ്ണുങ്ങളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു പ്രസവത്തിൽ എത്ര കുട്ടി ഉണ്ടാവും? ഒരാട് രണ്ടും പോടും, ഒന്നും പോടും. കൊല്ലത്തിൽ എത്ര കുട്ടി? ഒന്നും. ഒരു കൊല്ലത്തിൽ ഒരു പ്രസവം? ഒരു വർഷത്തേക്ക് 2 പ്രാവശ്യം പ്രസവിക്കും. 6 മാസത്തിൽ ഒരു പ്രസവം അല്ലേ? അപ്പോൾ 4 ആട് കിടക്കും അല്ലേ? തീറ്റയൊക്കെയോ? തീറ്റ തേവന എന്നാ പറയാ? കാട്ടിൽ പോയി മേയും. കാട്ടിൽ പോയി മേയും. കുട്ടിയെ അടച്ചു വിട്ട് കുട്ടി ഇപ്പൊ അടയ്ക്കരുത്. അവരെ ദൂരെ അല്ലേ? കുട്ടിനെ അടച്ചിട്ട്. അപ്പൊ കുട്ടിക്കുള്ള കാവലാരാണ്? തല കെട്ടി അതാ നായി. നായിക. ഈ നായി മതിയില്ല കാവല്, വേറെ ആരും അടുപ്പിക്കില്ല. 5 இருக்கு, அங்க 4. அங்க 4 நாய் இருக்கா குட்டிக்கிட்ட? ஒன்று கட்டி இருக்கு, அது பயங்கரமா கட்டி. മൊത്തം 5 നായി. നമുക്കിപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നായുണ്ട്. നായ ഭയങ്കര നായാണ്, രാജപാളയ നായാണ്. അപ്പോൾ നമ്മളിവിടെ തന്നെ പറയണം. അപ്പോൾ അവിടെ വേറൊരു ഇതുണ്ട്, അതിൽ വന്നിട്ട് കുട്ടികളാണ്. ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 4 നായ്ക്കളുണ്ട്. അതാണ് അവർ പറയണത്. ഒരാടിന് വന്നിട്ട് 15,000 രൂപ അല്ലേ? അല്ല, 15,000 രൂപ വരും ഒരാട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് വേറെ നമ്മൾ മാട്ടിന് തീറ്റ കൊടുക്കില്ലേ? മറ്റേ പെല്ലറ്റില്ല അന്ത മാതിരി ഒന്നും ഇതിൽ കൊടുക്കാതെ? തവിട് കൂടെ ഒന്നും കൊടുക്കാതെ ഫ്രഷ് കാട് മാട്ടും? ചോളം ചൊക്ക ഒന്നും കൊടുക്കില്ല? ഓ, അപ്പൊ തീറ്റയ്ക്ക് വേറെ കാശ് ചെലവില്ലേ? മേക്കരുത്. ഇതിന്റെ ഓ, ഓക്കെ ഓക്കെ. അവര് വന്നാൽ അതിന്റെ അകത്ത് പോകാൻ പറ്റുമോ? അവർ വന്നത് അങ്ങ് പോയി പക്കാൻ മുടിയുമോ? ഈ ജോലിക്കാരനുള്ള ഭക്ഷണവും മറ്റുമൊക്കെ മുതലാളിയാണ് കൊണ്ടുവരിക. അദ്ദേഹം ചോറ് കൊണ്ടുവരും. പിന്നെ മുള ഉപയോഗിച്ചാണ് ഇവിടെ ചുറ്റും വേലി ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു പീസ് വേലിയുടെ ഒരു പീസിന് 650 രൂപയാണ് വില. അങ്ങനെ പല പല പീസുകൾ ചേർത്ത് വെച്ചാണ് ഒരു വേലി പോലെ നിർമ്മിക്കുന്നത്. രാത്രിയില്ല, കാവലുക്ക് നായർക്ക്. ഈ ആടുള്ളവിടെ പാമ്പ് വരാതെന്ന് சொல்லுவாங்க. என்ன അതല്ല, ആട് സ്മെല്ല് കേട്ടാ പാമ്പ് വരാതെ അപ്പടി ഇരിക്കാ? ഇല്ല, നായുള്ളതുകൊണ്ട് പാമ്പ് വരില്ല അല്ലേ? നായ്ക്ക് എന്ത് തീറ്റ കൊടുക്കും? നായ്ക്ക് വേറെ തീറ്റ കൊടുക്കും? നമ്മ சாப்பிடுறது கொஞ்சம் கொடுத்தா போதும். ஓகே ஓகே. இந்த நாய் நீங்க எங்க இருந்து வாங்கியது? இது ராசவாழையா? இன்னொன்று ராசவாழை 2 இருக்கு. இதுக்கு பிறந்தது 3 இருக்கு. ஓகே ஓகே. ஒரு பொண்ணு இருக்கு, 2, மொத்தம் 4 ஆண். ரொம்ப சேஃப்டி. உங்க பேர் என்னன்னா? காளியப்பன். காளியப்பன். இந்த ஊர் அது மஞ்சநாயக்கம்பட்டி. மஞ்சநாயக்கம்பட்டி. தேனிக்கெல்லாம் இந்த வழி தானே போகணும்? தேனி இதெல்லாம் மேலே போய் செம்பட்டி. செம்பட்டியிலேருந்து നേരെ. ഓക്കെ ഓക്കെ. ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ നായ അണിക്കും.
മുതലാളി വന്നതും രാജപാളയം ഇനത്തിൽപ്പെട്ട ആ നായ വളരെ ശാന്തനായി. പിന്നെ ഞങ്ങൾ അടുത്തു പോയാലും ഒരു പ്രശ്നമില്ലാന്ന് മട്ടായി. ആദ്യം നല്ല രീതിയിൽ കുരച്ചിരുന്ന നായാണ്, പക്ഷെ പിന്നീട് മെല്ലെ ആള് ഒരു ശാന്തനായി. ആട്ടിൻപട്ടിക്ക് അകത്ത് പോയി ഫോട്ടോ എടുക്കാനൊക്കെ അവർ സമ്മതിച്ചിരുന്നു. ഈ ആടുകളെ മേയ്ക്കുന്നത് മൊത്തം ഈ ഗ്രാമത്തിന് ചുറ്റും തന്നെയാണ്. അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഈ ഗ്രാമത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിവായി കിടക്കുന്നുണ്ട്, തുറസ്സായി കിടക്കുന്നുണ്ട്. 50-ലധികം വലിയ ആടുകളും അതുപോലെ കുറച്ച് കുട്ടികളുള്ള ഈ ഒരു ആട്ടിൻപട്ടി അല്ലെങ്കിൽ ആട്ടിൻ്റെ ഗ്രൂപ്പ് നോക്കി നടത്തുന്നത് ഒരൊറ്റ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂട്ടായിട്ട് 5 നായ്ക്കളുണ്ട്. ഈ 5 നായ്ക്കളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. രാത്രിയും മറ്റുമൊക്കെ ഭയങ്കര കെയറാണ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഈ ആട്ടിൻ്റെ കൂട്ടത്തിനും. ഈ ആടുകളെ സംരക്ഷിക്കുന്ന ഈ തൊഴിലാളിക്ക്, അതായത് ഇവിടുത്തെ ചുമതലക്കാരന്, പ്രതിദിനം കൂലി എന്ന് പറയുന്നത് 700 രൂപയാണ്. ഭക്ഷണവും മറ്റുമൊക്കെ ഇതിൻ്റെ മുതലാളി തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. മറ്റ് ചിലവുകൾ, അതായത് ആടിനുള്ള തീറ്റ, അങ്ങനെ ആട് വളർത്താനുള്ള മറ്റ് ചിലവുകൾ അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ആടുകളെ മേച്ച് നടന്ന് തീറ്റുകയല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല ഇവര്. അതുപോലെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ പിണ്ണാക്ക്, തവിട് അല്ലെങ്കിൽ എക്സ്ട്രാ പെല്ലറ്റുകൾ മറ്റൊന്നും ഇവർ നൽകില്ല. ഈ നാട്ടിൻ പുറത്തൂടെയുള്ള അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശത്തുകൂടെയും ഈ കാടും ചെടിയും മലമ്പ്രദേശത്തൂടെയൊക്കെ മേയിച്ച് നിറക്കുകയാണ്. ഇങ്ങനെ ഒരു തീറ്റ മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ തീറ്റ ചെലവ് 0 എന്ന് തന്നെ വേണം പറയാം. അതുപോലെ തന്നെ മരുന്ന്, പ്രധാനമായിട്ടും മരുന്നുകൾ, അസുഖങ്ങൾ കുറവാണ്. കാരണം ഇത് നാടൻ ആടുകളാണ്. അപ്പോൾ അസുഖങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആടുകൾക്ക് മരുന്ന് കൊടുക്കുന്നതും ഒക്കെ ഇവർ തന്നെയാണ്. കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് വേണ്ട മരുന്നുകൾ വാങ്ങിച്ച് ഇവർ തന്നെയാണ് ഇഞ്ചക്ഷനും മറ്റുമൊക്കെ എടുക്കുന്നത്. വർഷത്തിൽ 2 തവണ ഇവരെ പ്രസവിക്കും. അപ്പോൾ 2 തവണ പ്രസവിക്കുമ്പോൾ ഒരു പ്രസവത്തിന് ഏകദേശം 2 കുട്ടികളാണ് ഉണ്ടാകുക. ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ 2 കുട്ടി ഉണ്ടാവും. சாப்பாடு முதலாளி கொண்டு தரும் அங்கே அவளோட வீட்டில் தான். ஆமாம். ஓகே ஓகே. இந்த மாதிரி எத்தனை பட்டி இருக்கு ஆழ்ந்தாளுக்கு? இது ஒன்று தானே? இது ஒன்று தான். ஒன்று தான். இங்கே 4 பேர் வச்சுருக்கேன். ஓ, இன்னும் அங்கிட்டு இருக்கா 3 பேர். இத்தனை ஆட்டைக்கு தின்னால தீவனம் இருக்கா? அதெல்லாம் மேயும் കാട്ടിൽ മേയും. അല്ലാണ്ട് ഇത് തവിട് ഇതൊന്നും കൊടുക്കാൻ മാട്ടില്ല? அதெல்லாம் இது இல்லை. അപ്പോൾ വെള്ളം എന്ത് ചെയ്യും? വെള്ളം തണ്ണി കമ്മായില്ല തണ്ണി. ഓക്കെ ഓക്കെ. ഇവിടെ 50ഓളം ആടുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 50ഓളം ആടുകളിലെ ഈ ആട്ടിൻപട്ടിയിൽ 4 ആണാടുകൾ മാത്രമേ ഉള്ളൂ. അതായത് ആണാടുകൾ തന്നെ ഇവർ ഉപയോഗിക്കുന്നത് ബ്രീഡിംഗ് പർപ്പസിന് മാത്രമായിട്ടാണ്. ഡോക്ടറൊന്നും വരാതെ பூச்சி மருந்து நாங்களா போட்டுக்குவோம். எல்லாம் நாங்களா 4-5 பேர் தெரியும் போட்டுருவோம். கொடுக்குது மார்க்கெட் எங்க? குட்டியா இங்கேயே வந்து வாங்கிட்டு போவோம். தூக்கம் போட்டு சோடி 12 ரூபா 12,000 രൂപയ്ക്ക് വാങ്ങിക്കില്ല. നിങ്ങൾ തൂക്കം പോട്ട് വാങ്ങിക്കുമോ? ഓക്കെ. ഓരോ ആടുകളെയും ഇവർ വിൽക്കുന്നത് 12,000 രൂപ മുതൽ 15,000 രൂപ നിരക്കിലാണ്. അപ്പോൾ ഇതിലെ കച്ചവടക്കാർ ഇവരുടെ അടുത്ത് വന്നിട്ട് ആടുകളെ നേരെ നോക്കി വാങ്ങിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ തൂക്കമൊക്കെ മറ്റുമൊക്കെ നോക്കിയിട്ട് അവർ വാങ്ങിക്കുകയാണ് ചെയ്യുക. ബ്രീഡിങ്ങിനായി ഉപയോഗിക്കുന്ന ആടുകൾ, അതായത് ഇവർ 4 ആടുകളെ നിർത്തുന്നു പറഞ്ഞല്ലേ നേരത്തെ, മെയിലായിട്ടുള്ള ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന 4 ആണാടുകൾ, മുട്ടനാടുകൾ. ഇവയ്ക്കുള്ള വില എന്ന് പറയുന്നത് 40,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ്. ഇങ്ങനെയുള്ള ആടുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇവർക്ക് പറ്റിയ രീതിയിൽ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി രോഗമോ മറ്റൊന്നും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള കിടാങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടും ഇവരെങ്ങനെയുള്ള ആടുകളെ നിലനിർത്തിപ്പരും. അപ്പോൾ ഇങ്ങനെയുള്ള ആടുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ഇതുകൾക്കൊക്കെ വിലയുണ്ട്. അങ്ങനെ കുറേ നേരം അവരോടൊപ്പം അവിടെ ചെലവഴിച്ച് കുറേ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാനായി. ഇനി യാത്ര തുടരുന്നുണ്ട്. നമ്മുടെ കൂടുതൽ ഗ്രാമക്കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വില്ലേജ് സഫാരിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.